നിങ്ങളൊരു ഫാസ്റ്റ് ബോളർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് റണ്ണപ്പ് മാർക്ക് ചെയ്യാമെന്നുള്ള ഒരു ഈസി ടെക്നിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വൈഷ്ണവാണ്. വൈഷ്ണവും ഇത് സിദ്ധാർത്ഥാണ്. സിദ്ധാർത്ഥും വൈഷ്ണവും നമ്മുടെ അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആണ്. സോ വൈഷ്ണവ് ലാസ്റ്റ് ഇയറിൽ അണ്ടർ-14 ഡിസ്ട്രിക്ട് കളിച്ച പ്ലെയർ ആണ്, എറണാകുളം ജില്ല. നിങ്ങൾക്കൊക്കെ റണ്ണപ്പിൽ പല സമയത്തും പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ടാവും. റണ്ണപ്പ് മിസ്സാകുന്നത് കൊണ്ട് ഒരുപാട് ബോളേഴ്സിന് അവരുടെ ബോളിൻ്റെ സ്പീഡ് അവർക്ക് ബോളിങ്ങിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. നോ ബോൾസ് വരുന്നു. എറിയാൻ പറ്റുന്ന ഫുൾ എഫേർട്ടിലുള്ള ഒരു ബോള് എറിയാനായിട്ട് റണ്ണപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഞാൻ ആദ്യം ചെയ്യുന്നത്, ഞാൻ ഒരു സ്ഥലത്ത് ഒരു കോൺ വയ്ക്കുന്നതായിരിക്കും. സോ ആ കോൺ എന്ന് പറയുന്നത് നമുക്ക് റണ്ണപ്പ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കും. അത് ആ പോയിന്റിൽ നിന്ന് നമ്മളൊരു മിനിമം 15 ബോൾസ് നമ്മൾ എറിയുന്നതായിരിക്കും. സോ എറിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്കിങ്ങോ സ്റ്റെമ്പോ ക്രീസ് ലൈനോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സോ ഈ പോയിന്റ് സ്റ്റാർട്ട് എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കും. സോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കംഫേർട്ട് എവിടെയാണോ ആ കംഫേർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലാൻഡ് ചെയ്ത് ബോൾ ചെയ്യാം. നിങ്ങൾ 15 ബോൾ എറിയുമ്പോൾ 15 ബോളും ചിലപ്പോൾ 15 സ്ഥലത്തായിരിക്കാം. സോ നിങ്ങൾ അത് വറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നിങ്ങളുടെ പ്രോപ്പർ റണ്ണപ്പ് എടുക്കുക. ദെൻ കറക്റ്റ് നിങ്ങൾക്ക് എവിടെ കംഫർട്ട് കിട്ടുന്നോ അവിടെ ലാൻഡ് ചെയ്ത് ബോൾ ചെയ്യാം. 15 ബോൾ എറിയുമ്പോൾ ഏറ്റവും കൂടുതൽ ബോൾസ് ഏത് ഏരിയയിലാണ് ലാൻഡ് ചെയ്യുന്നത്, ഒരേ ഏരിയയിൽ ഒന്നിലധികം ബോൾസ് അല്ലെങ്കിൽ ഒരുപാട് ബോൾസ് ഒരേ സ്ഥലത്ത് നിങ്ങൾക്ക് ലാൻഡ് ചെയ്ത് എറിയാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ റണ്ണപ്പ് നമ്മൾ അവിടെ നിന്ന് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസും ടേപ്പിൽ മെഷർ ചെയ്തെടുക്കുന്നതായിരിക്കും. സോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഞാനിവിടെ 2 കോൺ മാർക്ക് ചെയ്യുകയാണ്. സോ ഈ കോണിൻ്റെ ഗ്യാപ്പിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നിങ്ങൾ റൺ ചെയ്യുക. നിങ്ങളുടെ കംഫേർട്ട് പൊസിഷൻ എവിടെയാണോ അവിടെ ലാൻഡ് ചെയ്ത് ബോൾ ചെയ്യുക. ദെൻ തിരിച്ച് വാക്ക് ചെയ്ത് വരിക. ദെൻ ഇവിടെ നിന്ന് അടുത്ത ബോൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ 15 ബോൾ കഴിയുക. സോ ഞാൻ അവിടെ സൈഡിൽ നിന്നിട്ട് നിങ്ങൾ എറിയുന്ന ഓരോ ബോളിനും നിങ്ങളുടെ ലാൻഡിങ് പൊസിഷൻ ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ എറിയുന്ന ലൈനിലായിരിക്കില്ല, കുറച്ച് നീങ്ങിയിട്ട് കുറച്ച് നീക്കി മാറിയായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കഴിഞ്ഞ ബോളിൽ എവിടെയാണ് ലാൻഡ് ചെയ്തതെന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എവറി ബോൾ നിങ്ങളുടെ കംഫർട്ടിൽ തന്നെ നിങ്ങൾ എറിയും. എന്നിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ സ്ഥലത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇവിടം വരെയുള്ള ഏരിയ ടേപ്പിൽ മെഷർ ചെയ്ത് എടുക്കാവുന്നതാണ്. വൈഷ്ണവ് റെഡി? സ്റ്റാർട്ട് ചെയ്യാം. ഗോ. ഇതാണ് നമ്മൾ ഇന്നിപ്പോൾ വൈഷ്ണവിൻ്റെ റണ്ണപ്പ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. നമ്മൾ എറിഞ്ഞേക്കുന്നത് 12 ബോളിൻ്റെ ഒരു സെഷനാണ്. സോ 12 ബോളിൽ കൂടുതലായിട്ട് വന്നേക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇതിവിടെ 6 ബോളോളം ഓൾമോസ്റ്റ് സെയിം ഏരിയയിൽ ലാൻഡ് ചെയ്തിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്. ബാക്കി 6 ബോൾ ഡിഫറെൻറ്റ് ഏരിയകളിലാണ് വന്നേക്കുന്നത്. സോ നമ്മൾ ഈ ലൈൻ തൊട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണോ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ടേപ്പിൽ മെഷർ ചെയ്ത് എടുക്കുന്നതായിരിക്കും. സോ ഇത് നിങ്ങൾ വീക്കിലി ഒരു 2-3 ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള റണ്ണപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.